ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാമെന്ന് ഭാവിക്കുകയും ആവശ്യം വരുന്ന സമയത്ത് അവസരോചിതമായി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയാതെ വരുന്നതുമായി കണ്ടിട്ടുള്ള ഒരു പ്രധാന വിഷയത്തെക്കുറിച്ച് നമുക്ക് പരിശോധിച്ചു നോക്കാം. നമ്മുടെ കോൺഫിഡൻഷ്യൽ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയ പല കാര്യങ്ങളും എല്ലാവരും സാധാരണയായി സൂക്ഷിച്ചു വരുന്ന മൊബൈൽ ഫോൺ കൈമോശം വരുന്ന സന്ദർഭത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മൊബൈൽ ഫോണുകൾ ട്രേസ് ചെയ്യുന്നതിന് അത്യാവശ്യമായ ഒരു ഘടകം മൊബൈൽ ഫോണിന്റെ IMEI നമ്പർ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി എന്ന ഓരോ ഡിവൈസുകൾക്കും യൂണിറ്റ് ആയിട്ടുള്ള നമ്പറുകൾ തന്നെയാണ്. മൊബൈൽ ഫോണിൽ വിസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കീപാഡിൽ *#06# എന്ന് ടൈപ്പ് ചെയ്തോ നമ്മുടെ മൊബൈൽ ഫോണുകളുടെ IMEI നമ്പർ മനസ്സിലാക്കാം. ഈ നമ്പരും നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചു വരുന്നതുമായ ഇമെയിൽ ഐഡിയും പാസ്വേഡും നമ്മൾ മറക്കാതെ മനസ്സിലോ രേഖയായോ സൂക്ഷിച്ചു വെക്കുക. ഇനി നഷ്ടമായ മൊബൈൽ ഫോൺ ട്രേസ് ചെയ്യുവാൻ നമുക്ക് സ്വീകരിക്കാവുന്ന ടിപ്സുകളാണ് പറയുന്നത്. ഒന്നാമത്തെ മെത്തേഡ്, നമ്മുടെ കൈവശമോ സുഹൃത്തുക്കളുടെ കൈവശമോ ഉള്ളതായ മൊബൈൽ ഫോണിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ ഗൂഗിളിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ കാണുന്ന ഇമെയിൽ ID ടൈപ്പ് ചെയ്യാനുള്ള കോളത്തിൽ നഷ്ടമായ മൊബൈൽ ഫോണിന്റെ മെയിൽ ID ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. അടുത്ത ടാബിൽ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ ആ മെയിൽ IDയുമായി ബന്ധിപ്പിച്ച എല്ലാ മൊബൈൽ ഫോണുകളുടെയും മോഡൽ മോണിറ്ററിൽ കാണാം. അതിൽ നിന്നും നഷ്ടമായ മൊബൈൽ ഏതെന്ന് നോക്കി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന മാപ്പിൽ നമ്മുടെ ഡിവൈസ് ലൊക്കേഷൻ കാണാവുന്നതാണ്. ഇതിൽ 3 ഓപ്ഷൻസ് നമ്മുടെ ഡിവൈസുമായി കോൺടാക്ട് ചെയ്യുവാനുണ്ട്. 1. പ്ലേസ് ഔട്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോൺ എവിടെയായിരുന്നാലും റിങ് ചെയ്യുന്നതാണ്. അടുത്ത ഓപ്ഷൻ നമ്മുടെ മൊബൈൽ ഫോൺ അത് കയ്യിൽ കിട്ടിയവർക്ക് ആക്സസ് ചെയ്യാതിരിക്കുവാൻ സെക്യൂർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നഷ്ടമായ മൊബൈലിലെ എന്തെങ്കിലും ഡേറ്റകൾ ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടിയും മറ്റുമുള്ളതാണ്. പക്ഷേ ഇവയെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ നഷ്ടമായ മൊബൈൽ ഫോണിന്റെ ഡേറ്റ, ലൊക്കേഷൻ എന്നിവ ഓൺ ആയിരിക്കണം. മൊബൈൽ ഫോൺ നഷ്ടമായ ഉടൻ ഇത്തരത്തിൽ ലൊക്കേഷൻ കിട്ടി പിന്നീട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയാലും നമുക്ക് ലാസ്റ്റ് സീൻ ലൊക്കേഷനിലെത്തി ആ സമയം അവിടെയുള്ള CCTV ഫുട്ടേജുകൾ നോക്കിയോ പരിസരവാസികളോട് ചോദിച്ചോ ഫോൺ ട്രേസ് ചെയ്യാൻ ശ്രമിക്കാം. ഫൈൻഡ് മൈ ഡിവൈസ് വഴി മൊബൈൽ ഫോൺ ലൊക്കേഷൻ ട്രേസ് ആയില്ലെങ്കിലും നമുക്ക് അടുത്ത മെത്തേഡ് ഉപയോഗിക്കാം. സെൻട്രൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ www.ceir.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് ചെയ്യുന്ന മെത്തേഡാണ് അടുത്തത്. കംപ്ലൈന്റ് നേരിട്ട് സ്റ്റേഷനിൽ പോയിട്ടോ പോലീസിന്റെ തുണ എന്ന പോർട്ടൽ വഴി ഓൺലൈനായോ സമർപ്പിക്കാവുന്നതാണ്. തുണ പോർട്ടലിന്റെ QR കോഡ് താഴെ കാണിക്കുന്നു. ഈ മെത്തേഡ് ചെയ്യും മുമ്പായി ആദ്യം മൊബൈൽ നഷ്ടമായ കാര്യത്തിന് ടു കൺസേൺ പോലീസ് സ്റ്റേഷൻ SHOയ്ക്ക് അഡ്രസ് ചെയ്ത് വിവരങ്ങൾ രേഖപ്പെടുത്തി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയാണ്. ഇങ്ങനെ പരാതി സമർപ്പിച്ച് രജിസ്റ്റർ ചെയ്ത് നമ്പർ കിട്ടിയ ശേഷം നഷ്ടമായ മൊബൈൽ ഫോണിലെ സിം കാർഡുകൾ ബ്ലോക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് എടുക്കണം. പിന്നീട് മുൻപ് പറഞ്ഞ www.ceir.gov.in എന്ന സൈറ്റിൽ പ്രവേശിക്കുക. സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന റിക്വസ്റ്റ് ഫോർ ബ്ലോക്കിംഗ് ലോസ്റ്റ് ഓർ സ്റ്റോളൻ മൊബൈൽ എന്ന ടാബിലെ ഡിവൈസ് ഇൻഫർമേഷനിൽ നഷ്ടമായ ഫോണിലെ സിം നമ്പറുകൾ, IMEI നമ്പർ, ബ്രാൻഡ്, മോഡൽ നമ്പർ കൂടാതെ ഫോൺ പർച്ചേസ് ചെയ്ത ഇൻവോയ്സ് എന്നിവ നൽകുക. പിന്നീട് ലോസ്റ്റ് ഇൻഫർമേഷൻ ടാബിൽ നഷ്ടമായ പ്ലേസ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പോലീസ് സ്റ്റേഷൻ, പരാതി നൽകിയ നമ്പർ എന്നിവയും
ചെയ്ത് കിട്ടിയ OTP എൻ്റർ ചെയ്യുക. ഇത്രയും ചെയ്താൽ നമ്മുടെ മൊബൈലിലേക്ക് മൊബൈൽ ബ്ലോക്ക് ചെയ്തതിൻ്റെ മെസ്സേജും രജിസ്റ്റർ നമ്പറും ലഭിക്കും. ആയത് സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കുക. ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്ത മൊബൈൽ ഇന്ത്യയിലുടനീളം മറ്റൊരു നെറ്റ്വർക്കിലും ഉപയോഗിക്കാൻ കഴിയില്ല. നഷ്ടമായ മൊബൈൽ കണ്ടെടുക്കുന്നതിനും ഈ ബ്ലോക്ക് തടസ്സമാവുകയുമില്ല. മൊബൈൽ ട്രേസ് ആയാൽ നമ്മൾ നൽകിയ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് വരികയും തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ ഫോൺ തിരികെ കണ്ടെത്തുകയും ചെയ്യാം. മൊബൈൽ ഫോൺ തിരികെ കിട്ടിയാൽ ഈ സൈറ്റിലെ അൺബ്ലോക്ക് ഫൗണ്ട് മൊബൈൽ എന്ന ലിങ്കിൽ കയറി ബ്ലോക്ക് ചെയ്തത് മാറ്റാനാകും. ബ്ലോക്ക് ചെയ്യുന്ന സമയം ലഭിച്ച നമ്പർ മറന്നുപോയാൽ ഫോർഗോട്ട് റിക്വസ്റ്റ് ID വെച്ച് റിക്കവർ ചെയ്യാം. എന്നാൽ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു. ബൈ ബൈ.